പ്രേമൻ, നമ്മൾ ഈ പൗരത്വം, നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് പല ID കാർഡുകൾ നമുക്ക് നേരത്തെ അറിയാം. വോട്ടേഴ്സ് ID ഉണ്ടായിരുന്നു. ആധാർ വന്നപ്പോൾ ആധാർ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ ഈ പാസ്പോർട്ടിനെ സംബന്ധിച്ച് ഈ ചില പ്രമുഖർക്കൊക്കെ പുറത്ത് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വന്നു. ഈ പിന്നെ പാസ്പോർട്ട് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പാസ്പോർട്ട് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ, നമ്മുടെ ഒരു പൗരത്വം പറയുന്നൊരു സംഭവം. എന്താണ് ഇപ്പോൾ ഈ ഉണ്ടാകുന്ന വിവാദം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട്? പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് സേവാ ദിവസ് എന്ന് പറഞ്ഞൊരു ആചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി വന്ന് പറയുന്നു, ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനായിട്ടുള്ള ആധികാരിക രേഖയല്ല. സാധാരണഗതിയിൽ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ ആദ്യം അവർ പരിശോധിക്കുക പാസ്പോർട്ടാണ്. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വലിയ ആദരവ് ഉള്ള സംഗതി കൂടിയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 78ആണ്. 46ഓളം രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ആ ഒരു ഒറ്റ രേഖ കൊണ്ട് കടന്നു ചെല്ലുകയും ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് വലിയ സ്വീകാര്യതയുള്ള സാധനമാണ് ഇന്ത്യൻ പാസ്പോർട്ട്. പക്ഷേ ആ പാസ്പോർട്ട് നമ്മുടെ പൗരത്വം തെളിയിക്കാനുള്ള ആധികാരിക രേഖയല്ല. അപ്പോൾ നമ്മൾ പൊതുവിൽ ധരിച്ചു വച്ചേക്കുന്നത് നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ പാസ്പോർട്ട് ഹാജരാക്കുന്നത് നമ്മൾ പൊതുവിൽ ധരിച്ചു വച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അതൊരു യാത്രാരേഖ മാത്രമാണ്. ഇന്നയാൾ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന തെളിയിക്കാനായിട്ടുള്ളൊരു യാത്രാരേഖ മാത്രമായിട്ടാണ് പാസ്പോർട്ടിനെ കരുതുന്നത്. അപ്പോൾ പാസ്പോർട്ടിൽ അതിലിങ്ങനെ സീൽ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ വിവാദം വന്നേക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് മാർഗം? ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്, അത് തെളിയിക്കപ്പെടാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. വാസ്തവതാണ്, നമ്മുടെ കയ്യിൽ നിരവധിയായ രേഖകളുണ്ട്. ഇപ്പോൾ പാസ്പോർട്ട് വെറും ഒരു യാത്രാരേഖയാണെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ആധാർ എന്ന് പറയുന്നത് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്. അതൊരിക്കലും ഒരു പൗരത്വ രേഖയല്ല. വോട്ടേഴ്സ് ID എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു രേഖയാണ്. അതൊരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് ബാങ്ക് ഇടപാട് നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായിട്ട് മനസ്സിലായി. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ പൗരത്വം തെളിയിക്കാനായിട്ട് എന്താണ് രേഖയെന്ന് ചോദിച്ചാൽ അതിന് വരണം. നിലവിൽ അങ്ങനെ ഒന്നുമില്ല. ഇനി കേന്ദ്ര സർക്കാർ നമുക്ക് ആധാർ കാർഡ് തന്നതുപോലെയോ വോട്ടേഴ്സ് ID തന്നതുപോലെയോ ഒരു സിറ്റിസൺഷിപ്പ് കാർഡ് വരായികയില്ല, വരാൻ സാധ്യതയുണ്ട്. ഈ സൂചനകൾ പ്രകാരം അങ്ങനെയാണ് സംഭവിക്കാനാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതുവിലുള്ള നയം ഇപ്പോൾ പൗരത്വ ഭേദഗതി രജിസ്റ്റർ അടക്കമുള്ള പരിപാടികൾ നടപ്പിലാക്കണമെന്ന ഉള്ള അജണ്ടയുള്ള ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് പ്രകാരം ഇന്ത്യക്കാർ മാത്രം ഇവിടെ മതി, അല്ലാത്തവർ പുറത്തു പോകണം. അതിനെ മുസ്ലിം വിരുദ്ധമാണെന്നൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. ഒരു പരിധിവരെ ഇവിടേക്ക് കുടിയേറിയ ബംഗ്ലാദേശികളടക്കമുള്ള മുസ്ലിങ്ങളാണ് അതിൻ്റെ ഇരകളായി ഇവിടുന്ന് പുറത്തു പോയത്. വാസ്തവമാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ SIR നടപ്പിലാക്കപ്പെട്ടപ്പോഴും അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളൊരു സംഗതിയാണ്, മറ്റുള്ളവർ ഇതിൻ്റെ പുറത്താണ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പാസ്പോർട്ട് ഒരു ആധികാരിക രേഖയല്ലെന്നും കൂടി പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സമീപഭാവിയിൽ നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡ് സമീപഭാവിയിൽ വരേണ്ടതാണ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശങ്കയുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും വരേണ്ടേ. പക്ഷേ എന്തുകൊണ്ട് ഈ പാസ്പോർട്ട് പൗരത്വ രേഖയല്ല? അതിന് ആ പറയുന്ന നിയമപ്രകാരവും ചില അതിൽ ചില കഴിവുകളുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ പാസ്പോർട്ടിൻ്റെ ആമുഖമായിട്ട് തന്നെ അവർ പറയുന്നത് ഇത് ഇന്ത്യൻ പൗരന്മാർക്കോ അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കുന്നയാൾക്കോ ഉള്ള യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള ഒരു രേഖ എന്നാണ് ഈ പാസ്പോർട്ടിൻ്റെ ആമുഖമായിട്ട് കേന്ദ്ര സർക്കാർ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നത്. കൂടാതെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. കേന്ദ്ര സർക്കാർ എപ്പോൾ ആവശ്യപ്പെടുന്നോ അപ്പോൾ ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അപ്പോൾ അത്രയ്ക്ക് വളരെ മൂല്യം കൽപ്പിക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് കേന്ദ്ര സർക്കാർ പാസ്പോർട്ടിനെ കരുതുന്നെങ്കിൽ അത് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അവർ പറയുന്നു അങ്ങനെയല്ല. കാരണം ഈ പാസ്പോർട്ട് നിയമം, പാസ്പോർട്ട് ആക്ട് 1967 സെക്ഷൻ 20 പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല പാസ്പോർട്ട് ഉള്ളത്. ഇവിടെ വന്ന വിദേശികൾക്ക് പോലും പ്രത്യേക പരിഗണന വെച്ച് ചില സാഹചര്യത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അയാൾ ഇന്ത്യൻ പൗരനാവുന്നുണ്ടോ? അല്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം.
ഈ പാസ്പോർട്ട് യാത്രാരേഖ. പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്നു എന്നുള്ളതിന്റെ യാത്രാരേഖ മാത്രമാണ്. അതൊരിക്കലും ഒരു പാസ്പോർട്ട് അല്ല. പക്ഷെ ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ഇത് ഇന്ത്യൻ പാസ്പോർട്ട് ഒരു സിറ്റിസൺഷിപ്പിന്റെ രേഖയല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു, അവര് നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്ന് സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാര്യം കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് സിറ്റിസൺഷിപ്പ് രേഖയല്ലെന്ന്. പക്ഷെ ഇതുവരെ അങ്ങനെ ചോദിക്കേണ്ട സംഗതി ഇല്ല, ഇതുവരെ അങ്ങനെ ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇനി ഇതിന്റെ പേരിൽ മറ്റു ചില സംഗതികൾ കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ പൗരത്വം തെളിയിക്കാനായിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖയല്ല എന്ന് ആണ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ പിന്നെ പൗരത്വം തെളിയിക്കാൻ എന്താണ് മാർഗം? നിലവിൽ അങ്ങനെ ഒരു ഒറ്റ രേഖയില്ല നമ്മുടെ കയ്യിൽ. പക്ഷേ ഒരാവശ്യം വന്നാൽ നമ്മുടെ പൗരത്വം തെളിയിക്കാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. മനസ്സിലായി. കാരണം നമ്മുടെ പിന്നെ ഈ പൗരത്വം സംബന്ധിച്ചുള്ള നിയമം നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം ആ നിയമത്തിൽ പറയുന്നത് 1987 ജൂലൈ 1 മുൻപ് ജനിച്ച ആളാണെങ്കിൽ 1987 ജൂലൈ 1 മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ആളാണെങ്കിൽ ആ ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതി അയാൾ ഇന്ത്യൻ പൗരനാണെന്ന് അംഗീകരിക്കപ്പെടാൻ. 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളാണെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു നിയമ വ്യവഹാരത്തിൽ പെടുന്നു, കോടതിയിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ എന്താണ് രേഖ എന്ന് ചോദിച്ചാൽ 87 മുമ്പ് ഇന്ത്യയിലാണ് ജനിച്ചതെന്ന് തെളിയിക്കുന്ന ഒരു ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളാണെങ്കിൽ ആ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം അയാൾ ഇന്ത്യൻ പൗരനാണ്. മനസ്സിലായി. അപ്പൊ അതിനുശേഷം ജനിച്ച ആളാണെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. തീർച്ചയായിട്ടും. ഇനി അതിനുശേഷം 2004 ഡിസംബർ 3 ശേഷം ഈ നിയമം വീണ്ടും ഭേദഗതി ചെയ്തു. അപ്പൊ അതിൽ പറയുന്നത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, രണ്ടാമത്തെയാൾ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഇനി രണ്ടാമത്തെയാൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ അനധികൃതമായി കുടിയേറിയ ആളല്ലെന്ന് ഉറപ്പുവരുത്തണം. കുടിയേറ്റക്കാരല്ലെന്ന് ഉറപ്പുവരുത്തണം. കാര്യം ഇവിടുന്ന് രേഖാമൂലം ഇവിടുന്ന് വിസ അനുവദിച്ച് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിയ കക്ഷിയാണെങ്കിൽ കുറെ കൂടി ലളിതമാണ്. ഇനി ഇന്ത്യൻ പൗരനാകാനായിട്ടുള്ള ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഒന്ന് ജനനം കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ 87 മുതൽ 87 മുമ്പ് ജനിച്ച ആളാണെങ്കിൽ ജനനം മൂലം വരും. ഇനി പാരമ്പര്യം, ഇന്നയാളുടെ മകനാണ് എന്ന് പറഞ്ഞാലും ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് യോഗ്യതയാണ്. പിന്നെ രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും. ഒരു വിദേശി ഇവിടെ വന്ന് കാലങ്ങളോളം ഇവിടെ താമസിച്ച് നമ്മുടെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു, നമ്മൾ രേഖാമൂലം എല്ലാം പരിശോധിച്ച് ഇവിടെ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്, അവരിപ്പോ ഇന്ത്യൻ പൗരയാണ്. അപ്പൊ അതേപോലെ ഇത് രജിസ്ട്രേഷനോ നാച്ചുറലൈസേഷനോ മൂലം ഒരാൾക്ക് അംഗമാകാം, ഇന്ത്യൻ പൗരത്വം കിട്ടും. പിന്നൊന്ന് പ്രദേശം കൂട്ടിച്ചേർക്കൽ. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ പാക് അധീന കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നു എന്ന് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആള് ആ പ്രദേശം ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പൊ അവിടെയുള്ളവർ ഇന്ത്യൻ പൗരന്മാരാകും. മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിലവില് പൗരത്വം തെളിയിക്കപ്പെടുക. അല്ലാണ്ട് ഇപ്പോ സ്വാഭാവികമായിട്ട് സംശയം തോന്നും, നമ്മുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, വോട്ടേഴ്സ് ID ഉണ്ട്, SSLC ബുക്ക് ഉണ്ട്, ബാങ്ക് പാസ്ബുക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ടിരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പൗരത്വം നമ്മുടെ നിലവിലെ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് നിയമവ്യവഹാരങ്ങളിൽ പെടുമ്പോൾ സാധാരണഗതിയിൽ ഈ പൗരത്വം തെളിയിക്കേണ്ട ആവശ്യകത സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ കോടതി ആവശ്യപ്പെടും, നിങ്ങൾക്ക് എന്തൊക്കെ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു പക്ഷേ ഒരു ആധാർ കാർഡ് കൊണ്ട് നമ്മുടെ പൗരത്വം തെളിയിക്കപ്പെടാം, അല്ലെങ്കിൽ ഒരു വോട്ടേഴ്സ് ID കൊണ്ട്. കോടതി എന്താണ് ആവശ്യപ്പെടുന്ന ആ രേഖ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാര്യം ക്ലീൻ. ഇനി എന്തുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഈ പൗരത്വത്തെ സംബന്ധിച്ച് ഈ രേഖകൾ കർക്കശമാക്കുന്നു ചോദിച്ചാൽ, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇത്. ഇതിൽ ഈ ആധാർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, വ്യാജ ആധാർ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം 147 കോടിയിലധികം വരുന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യമാണിത്. നമ്മുടെ നാട്ടില് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോ നമ്മൾ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ വീഴ്ച കൊട്ടിഘോഷിക്കാറുണ്ട്. നമ്മൾ സാമാന്യ യുക്തി ചിന്തിക്കാറില്ലേ, ഈ ഇന്റലിജൻസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യരാണ്, അവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ നമ്മൾ ഈ രേഖകളൊക്കെ ആധികാരികമായി വെക്കേണ്ടത് വാസ്തവത്തിൽ രാജ്യത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മളെയൊക്കെ മറയാക്കിക്കൊണ്ട് പലരും ഇവിടെ നുഴഞ്ഞു കയറുന്നുണ്ട്, ഇതേപോലെ വ്യാജ രേഖകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരം സർക്കാർ
ഈ രേഖകൾ കുറെ കൂടി കർക്കശമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് പ്രതിഷേധിക്കാൻ പോയാൽ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് തുരങ്കം വെക്കുന്ന പരിപാടിയാണ്. കാരണം വ്യാജമായി ഈ രേഖകൾ എങ്ങനെയും സൃഷ്ടിച്ചെടുക്കാം. അപ്പൊ അതിലുള്ളൊരു പോരായ്മ കണ്ടുകൊണ്ടാണ് കുറെ കൂടി കർക്കശമാക്കാനായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ആധാർ വന്നപ്പോൾ ആധാർ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞതാണ്. അതെ, പക്ഷെ അതിന്റെ രേഖകളൊക്കെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതെ, ഇപ്പോൾ എന്നെയോ താങ്കളെയോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് ഒരു ക്ലിക്ക് എടുത്താൽ എല്ലാം കിട്ടും. അതിൽ എനിക്കും ആ കാര്യത്തിൽ കരുത്ത വിമർശനമുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. തുടക്കത്തിൽ കൊട്ടിഘോഷിച്ച് പറഞ്ഞത് ആധാർ ഭയങ്കര സംഭവമാണ്. അതെ, പക്ഷേ ഇപ്പോൾ അത് അപ്രസക്തമായി. കാരണം ഇപ്പൊ നമ്മൾ ആധാറിന്റെ കാര്യത്തിൽ ബലം പിടിച്ചിട്ട് എന്ത് കാര്യം? നമ്മളിപ്പോൾ ഞാനും താങ്കളും അടക്കമുള്ളവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഫോണിൽ. ആ ഇന്റർനെറ്റിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സെർച്ച് ഓപ്ഷനായിട്ട് വരുന്നില്ലേ? ഇപ്പൊ നമ്മളൊരു ഷർട്ട് വാങ്ങാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാകുന്നില്ല, പക്ഷെ നമ്മളതിന് ചിന്തിച്ചു ഇതായിട്ട് എന്താ പറയുക, ഷർട്ടിന്റെ പരസ്യമാണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുക്കുക, നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പുതിയ ആധുനിക കാലത്ത് നമ്മൾക്ക് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ച് നമ്മളൊക്കെ നിരീക്ഷണ വലയത്തിലാണ്. അപ്പൊ പിന്നെ ആധാറിന്റെ പേരിലൊന്നും ബലം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഏതൊക്കെ രേഖകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പല പല സെർവറുകളിലൂടെ കയറി ഇറങ്ങി നമ്മളടക്കമുള്ള നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ പോലും ഒരുപക്ഷെ ഏതെങ്കിലും ഇതൊന്നും കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിലും പരിഷ്കരണങ്ങൾക്ക് വിധേയമാകാതെ വേറെ നിവൃത്തി വരാൻ പോകുന്നത് ഇനി പറ്റും. അതെ, അതും പറ്റും, അതിന്റെ അപ്പുറത്തും വരും, വരാതെ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും ഇനിയിപ്പോ എന്തുകൊണ്ട് ഈ പാസ്പോർട്ട് നമ്മുടെ മൊത്തം ജനസംഖ്യയിൽ ഏതാണ്ട് 147 കോടി ഏകദേശം ഉണ്ടെന്നാണ് കണക്ക്. അതിലേതാണ്ട് 10 കോടിക്കടുത്തുള്ള ആൾക്കാർക്ക് മാത്രമേ പാസ്പോർട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എത്രയും ഈ വിദേശത്ത് പോകാത്തവരോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കാത്തവരോ സാധാരണ ജനങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു ആശങ്കയല്ല. മനസ്സിലായി. ഈ പാസ്പോർട്ട് കൈവശം വെച്ചേക്കുന്ന ആരാ? ഒന്നുകിൽ ഉപജീവനാർത്ഥം വിദേശങ്ങളിൽ ജോലി എടുക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് നിരന്തരമായി വിദേശയാത്രകൾ പോകുന്നവർ. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഭൂരിപക്ഷം ചെറിയൊരു ശതമാനം പേർക്ക് ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇപ്പോൾ തൽക്കാലം ഉള്ളൂ എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്ന ചർച്ച വളരെ പ്രസക്തമാണ്. നമ്മൾ സാധാരണഗതിയിൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പൗരത്വ രേഖയായിട്ട് തന്നെയാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇനി അത് വേണ്ട, അത്രേ ഉള്ളൂ.